മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ റിവ്യൂ ആട്ടോ പറയുന്നത്. നമ്മുടെ പോൺസിൻ്റെ ഹൈഡ്ര മിറാക്കിൾ സൂപ്പർ ലൈറ്റ് ജെൽ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഈ ഒരു ക്രീമിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് കേട്ടോ. നമ്മളൊരു ക്രീം വാങ്ങിക്കുന്നതിന് മുന്നേ ഒത്തിരി റിവ്യൂ ഒക്കെ നോക്കിയിട്ടല്ലേ ഒരു ക്രീം വാങ്ങിക്കുന്നത്. കാരണം നമുക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും, നമ്മുടെ സ്കിന്ന് സ്യൂട്ടാവോ, ഈ മുഖത്ത് വെച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എല്ലാ സ്കിൻ ടൈപ്പിനും അത് ചേരുമോ, അങ്ങനെ ഒരുപാട് ഡൗട്ട് ഉണ്ടാവും നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് ഒരു ക്രീം വാങ്ങിക്കുക. നമ്മൾ ഏതൊരു ക്രീമും ആദ്യമായിട്ട് മുഖത്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ടിന്നുകൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ മുഖത്ത് സ്യൂട്ടായിരിക്കും, നമ്മുടെ കാശ് ഒരുപാട് വെറുതെ നമ്മൾ കളയണ്ടല്ലോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് വെറും 64 രൂപ മാത്രമുള്ള ടിന്നാട്ടോ. എനിക്ക് ഇതിൻ്റെ ഏറ്റവും ചെറിയ ടിന്നാന്ന് തോന്നുന്നു ഇത്. അപ്പോൾ ഇങ്ങനെയുള്ള ടിൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതാവും നമ്മളെ കാശ് ഒത്തിരി വേസ്റ്റ് ആയി പോകത്തില്ല. നല്ലതാണെങ്കിൽ നമുക്ക് പിന്നെയും വാങ്ങിക്കാമല്ലോ, വലിയ ടിന്നൊക്കെ വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ഫസ്റ്റത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് സ്യൂട്ടാവും എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫസ്റ്റ്. അപ്പോൾ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടാവുമോ എന്ന് ചോദിച്ചത്, എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടാവുന്നൊരു ക്രീമല്ല. എൻ്റെ എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നാകുമ്പോൾ ഞാനിത് വാങ്ങി യൂസ് ചെയ്തു. മോളുടെ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ സ്കിന്നാണ്, അവളും ഇത് യൂസ് ചെയ്തു. അവളുടെ സ്കിന്നിന് ഇത് അടിപൊളിയായിട്ട് റിസൾട്ട് കേട്ടോ, നല്ലൊരു ഗ്ലോയിങ് ലുക്കാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഇട്ട് ഒരു സ്റ്റിക്കി ആയിട്ടോ അല്ലെ ഒരു ഓയിൽ ടൈപ്പ് അങ്ങനെ ഒന്നല്ല ഇത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ക്രീമാട്ടോ. അപ്പോൾ നമ്മുടെ മുഖത്ത് ഒരു ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, നമ്മുടെ ഫേസിൽ ഇട്ടുമെന്ന് പോലും നമുക്ക് തോന്നില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും. അവൾക്ക് നല്ലോണം വർക്കായിട്ടുള്ള ക്രീമായിട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ ഇടുമ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലോയിങ് ലുക്കോ അല്ലെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസിങ് തോന്നും. പക്ഷേ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്കിൻ ഡ്രൈ ആവും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഇത് കോമ്പിനേഷൻ സ്കിന്നിനും ഫോർ ഓയിലി സ്കിൻ കോമ്പിനേഷൻ സ്കിന്നാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത് തന്നെ. ഓയിലി സ്കിന്നിൻ്റെ കാര്യം എനിക്കറിയില്ല, ഞാൻ ഡ്രൈ സ്കിന്നിലും കോമ്പിനേഷൻ സ്കിന്നിനും മാത്രമേ. ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, നമുക്ക് ഡ്രൈ സ്കിന്നിൽ യൂസ് ചെയ്യാം. പക്ഷേ ആ സ്കിൻ ഭയങ്കരമായിട്ട് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുകയൊന്നുമില്ല കേട്ടോ. ആ തേക്കുമ്പോൾ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈഡ്രേറ്റ് ആവും, ഇച്ചിരി ചെയ്യുമ്പോഴത്തേനും അതങ്ങ് മാറുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഇനി മേക്കപ്പ് ചെയ്യുകയെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടവർക്ക് ഇത് യൂസ് ചെയ്തിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്കൊരു ഫിനിഷിങ് ലുക്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ പറ്റിയൊരു ക്രീമല്ല. അല്ലാതെ ജസ്റ്റ് നമുക്ക് രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ തേച്ചിട്ട് കിടക്കണം, അല്ലെങ്കിൽ പകലൊന്ന് ജസ്റ്റ് ഒരു ഈ ക്രീം മാത്രം തേക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് വാങ്ങി യൂസ് ചെയ്യാം. വാങ്ങി യൂസ് ചെയ്തതിന് കുഴപ്പമില്ല. പിന്നെ ചില കമൻറ്റൊക്കെ ഉണ്ട്, ഇത് തേക്കുമ്പോൾ ഫേസ് കറുത്ത് തോന്നുന്നു, പിമ്പിൾസ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. മോൾക്കും അതുപോലെ തന്നെ എനിക്കും ഇത് മുഖത്ത് യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് വരും അല്ലെങ്കിൽ ഫേസ് കറുത്ത് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, അങ്ങനത്തെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നാൽ ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയില്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റുള്ള സംഭവം കേട്ടോ. ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈഗ്രെയിനൊക്കെ ഉള്ളവർക്ക് ഈ ഭയങ്കര സ്മെല്ലൊന്നും പിടിക്കുന്നത്. എനിക്ക് ചില ക്രീമുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ തലവേദന എടുക്കും. നല്ലൊരു മണം കേട്ടോ ഇതിന്, ഭയങ്കര കുത്തുന്ന മണം അങ്ങനെയൊന്നുമല്ല. പിന്നെ ഞാൻ അത് ഫേസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഫേസിൽ അപ്ലൈ ചെയ്തിട്ടോ കണ്ടോ, തേക്കുമ്പോൾ നമുക്കൊരു ഗ്ലോ ഒക്കെ ഉണ്ട് അല്ലേ, നല്ല മോയ്സ്ചറൈസിങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇച്ച് എന്തായാലും നമുക്ക് പോകും, കാരണം ഇത് ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ്, അല്ലാത്തവർക്ക് കുഴപ്പം. ചില ക്രീമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്യില്ലേ, ഇതിന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് ഉപയോഗിച്ച് അങ്ങനെ സെറ്റ് ചെയ്തൊന്നുമില്ല, നമുക്കിതിട്ട് ധൈര്യമായിട്ട് പോകാം. ഈ സെറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇത് നല്ലൊരു ക്രീമാണ്. അപ്പോൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇങ്ങനെ ചെറിയ ടിന്ന് വാങ്ങി യൂസ് ചെയ്തു.